ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ദേവൻ, നീ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്താണോ സംസാരിക്കുന്നത്? അവൾ നിന്നെ എന്തെല്ലാം പറഞ്ഞു? അത് മാത്രാണോ അവളുടെ പേരും പറഞ്ഞ് ഈ ഓഫീസിൽ ഒരുവൻ വന്ന് വഴക്കുണ്ടാക്കുന്നത് നീയും കണ്ടതല്ലേ? അതിനു മുൻപും അയാൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ ലീവും എടുക്കുന്നുണ്ട്. എന്നിട്ടും നീ അവളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ അവളെ ഇവിടെ തന്നെ നിർത്താനാണോ തീരുമാനം? അഞ്ജലി ചോദിച്ചു. എൻ്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കിക്കൊള്ളാം. ഇതിനൊന്നും മറുപടി എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല. നീ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇതുപോലെ വീണ്ടും എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയിരിക്കും, ദേവൻ പറഞ്ഞു. ഓഹോ, ദേവൻ എന്നെ ഇവിടുന്ന് ഒഴിവാക്കിയാലും അവളെ ഒഴിവാക്കില്ലെന്ന് അല്ലേ? എന്തുകൊണ്ട് ദേവൻ? സത്യം പറയാലോ ദേവൻ, എനിക്കിപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ അവളെ പേടിയായി തുടങ്ങി. ദേവൻ അവളെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രല്ല, അവളുടെ സ്വഭാവം അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അയാളുമായി അവളുടെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞ് അയാളെ പറ്റിച്ച് അവൾ മറ്റൊരാളുടെ കൂടെ പോയെന്ന്. അതുപോലെ ദേവനെയും അവൾ. അഞ്ജലി പറഞ്ഞു. അഞ്ജലി, നിനക്ക് ഇത്രയും മോശമായി മാത്രമേ ചിന്തിക്കാൻ കഴിയൂ? അവൾ അങ്ങനൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ദേവൻ പറഞ്ഞു. എനിക്കും, രവി പറഞ്ഞു. അഞ്ജലി ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. അല്ല, ഇനിയിപ്പോൾ സാറ് ശ്രമിക്കുകയാണെങ്കിൽ കൂടി അവൾ അങ്ങനൊരു പെണ്ണല്ലെന്നാ ഞാൻ പറഞ്ഞത്, രവി പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? നീ ട്രൈ ചെയ്തിട്ടുണ്ടോ? അവൾ നിന്റെ കൂടെയാണോ പോന്നത്? അഞ്ജലി ദേഷ്യത്തോടെ രവിയോട് ചോദിച്ചു. അഞ്ജലി, പോയി നിന്റെ ജോലി ചെയ്യ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിലെ എല്ലാം സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് മെയിൽ ചെയ്യ്, ദേവൻ പറഞ്ഞു. ദേവൻ, ഇപ്പോൾ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. ഇന്നലെ ഈവനിങ് ഞാൻ അതെല്ലാം രാജീവിന് മെയിൽ ചെയ്തിരുന്നു. രാജീവ് അത് ദേവന് ഫോർവേഡ് ചെയ്യാതിരിക്കില്ലല്ലോ, അഞ്ജലി ചോദിച്ചു. ഞാൻ നിന്നോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് നീ ചെയ്യ്. അല്ലാതെ രാജീവ് ചെയ്തിട്ടുണ്ടെന്ന് നീ നോക്കണ്ട, പോ, ദേവൻ പറഞ്ഞു. അത് കേട്ട് ദേഷ്യത്തോടെ അഞ്ജലി അവിടുന്ന് എഴുന്നേറ്റ് പോയി. സാറിനോട് എന്തും പറയാനുള്ള അവളുടെ സ്വാതന്ത്ര്യം ഒന്ന് കുറച്ചു കൊടുക്കണം സാർ. ഗൗരിയെക്കുറിച്ച് അവൾക്ക് പേടിയല്ല, അവളുടെ അസൂയാണ്, രവി പറഞ്ഞു. അവളോട് അസൂയ തോന്നാൻ അവളെന്താ വിശ്വസുന്ദരിയോ? ദേവൻ ചോദിച്ചു. വിശ്വസുന്ദരിയൊന്നും അല്ലെങ്കിലും അഞ്ജലി മാഡത്തേക്കാൾ ഭേദാണ്, രവി പറഞ്ഞു. നീ അവളുടെ സൗന്ദര്യം നോക്കിയിരിക്കുകയായിരുന്നോ? ദേവൻ ചോദിച്ചു. നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും, രവി പറഞ്ഞു. ദേവൻ അപ്പോൾ ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. അല്ലെങ്കിലും അവളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ സാറിന് ഇഷ്ടാവില്ലല്ലോ, രവി പറഞ്ഞു. ആ നേരത്ത് ഒരു കോൾ വന്നു. രവി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേവൻ ചോദിച്ചു. രാജീവാണോ? അതെ, രവി പറഞ്ഞു. ഫോൺ എനിക്കിതാ എന്ന് പറഞ്ഞ് ദേവൻ ഫോൺ രവിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. സാർ, സക്സസ്, അത് നമുക്ക് തന്നെ കിട്ടി, രാജീവ് പറഞ്ഞു. രാജീവ്, ഈസ് ഇറ്റ് ട്രൂ? ദേവൻ ആകാംക്ഷയോടെ ചോദിച്ചു. യെസ് സർ, രാജീവ് പറഞ്ഞു. ഓക്കെ രാജീവ്, കോശി സാറില്ലേ കൂടെ? നിങ്ങൾ അവിടുത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. സാർ, സന്തോഷം കണ്ടിട്ട് എന്തോ വലിയ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയതുപോലെ ഉണ്ടല്ലോ, രവി ചോദിച്ചു. അതേടാ, ആ ഹോസ്പിറ്റലിൻ്റെ വർക്ക് മഹേന്ദ്ര ഗ്രൂപ്പ് കൊണ്ടുപോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് നമുക്ക് കിട്ടി, ദേവൻ പറഞ്ഞു. സാർ, അപ്പം നമ്മളും മഹേന്ദ്ര ഗ്രൂപ്പിനോടൊപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അന്ന് കോശി സാർ പറഞ്ഞത് ശരി തന്നെയാ. ഗൗരി രാശിയുള്ളവളാ. വന്ന് കയറിയപ്പോൾ തന്നെ കോടികളുടെ ബിസിനസ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, രവി പറഞ്ഞു. രവി അത് പറഞ്ഞത് ദേവന് ഒട്ടും ഇഷ്ടായില്ല. ദേവൻ ദേഷ്യത്തോടെ രവിയെ നോക്കി. ഇതാ ഞാൻ പറയുന്നത്, അവളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ സാറിന് ഇഷ്ടാവില്ലെന്ന്, രവി പറഞ്ഞു. ഇത് അവളുടെ രാശി കൊണ്ടൊന്നുമല്ല. ബിസിനസ് ചെയ്യാനറിയാവുന്നവർ ബിസിനസ് ചെയ്താൽ കോടികളുടെ പ്രൊജക്റ്റ് കിട്ടിയെന്ന് വരും, ദേവൻ പറഞ്ഞു. എന്നിട്ട് ഇത്രയും വലിയ പ്രൊജക്റ്റൊന്നും ഇതുവരെ കിട്ടിയിരുന്നില്ലല്ലോ. അവൾ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷമല്ലേ വലിയ വലിയ പ്രൊജക്റ്റുകൾ കിട്ടി തുടങ്ങിയത്. ഇപ്പം അവൾ സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബിസിനസ്സാണ് ഇത്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊജക്റ്റ് അല്ലേ, രവി ചോദിച്ചു. ദേവൻ ദേഷ്യത്തോടെ രവിയോട് ചോദിച്ചു. ജീവിതത്തിലേക്ക് വരേ? അവൾക്ക് അവളുടെ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നിട്ടില്ല. സാറ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ടാണല്ലോ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വീട്ടിൽ അവൾക്ക് സാഹചര്യം മോശമാണെന്ന് കരുതി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ, രവി ചോദിച്ചു. അവൾക്ക് ആക്സിഡൻ്റായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വന്നത് ഞാൻ കാരണമാണല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കൊണ്ടുവന്നു, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല,
ദേവൻ പറഞ്ഞു. അത് സാറ് പറയുന്നത് വെറുതെയാ. അവള് സാറ് താലി കെട്ടിയ പെണ്ണാണെന്നും അവളിൽ സാറിന് അവകാശവും അധികാരവും ഉണ്ടെന്നും സാറിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ അനുവാദം പോലും വാങ്ങിക്കാതെ അവളുടെ റൂമിലേക്ക് ഓടിക്കയറിയത്, രവി ചോദിച്ചു. രവി, എല്ലാം അറിഞ്ഞിട്ടും നീ ഓരോന്ന് വെറുതെ വിളിച്ച് പറയല്ലേ. അവളിൽ എനിക്കോ എന്നിൽ അവൾക്കോ ഒരധികാരമോ അവകാശവും ഇല്ല. നീ പറയുന്നത് ആരെങ്കിലും കേട്ടാൽ പിന്നെ അത് മതി. ഈ ഓഫീസിൽ വെച്ച് ഇനി അവളുടെ കാര്യങ്ങളൊന്നും പറയരുത്, ദേവൻ പറഞ്ഞു. സാറിന് പേടിയുണ്ടല്ലേ? എന്നെ പേടിക്കണ്ട സാർ, ഞാൻ സൂക്ഷിച്ച് സംസാരിക്കൂ. എന്നാ അവളെ സാറൊന്ന് പേടിക്കുന്നത് നല്ലതാ. സാറിനെക്കുറിച്ച് അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അവൾക്ക് സാറിനോട് നല്ല ദേഷ്യമുണ്ട്, രവി പറഞ്ഞു. അവളുടെ വായ തുറക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ദേവൻ പറഞ്ഞു. സീൽ ചെയ്യാൻ പറ്റുമോ സാർ? രവി ചോദിച്ചു. അവൾ വായ തുറന്നൊന്നും പറയാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, നീ അതറിയണ്ട, എന്ന് പറഞ്ഞ് ദേവൻ കമ്പ്യൂട്ടറിൽ നോക്കി വർക്ക് തുടങ്ങി. രാമകൃഷ്ണൻ ഗൗരിയുടെ വീട്ടിലേക്ക് പിന്നെയും വന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് പങ്കജം വന്ന് വാതിൽ തുറക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ വഷളൻ ചിരിയുമായി രാമകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാഘവനും കുട്ടികളും പോയിട്ടുണ്ടാകുമല്ലേ എന്ന് ചോദിച്ച് രാമകൃഷ്ണൻ അകത്തേക്ക് കയറി ലിവിംഗ് ഹാളിൽ ചെന്ന് സെറ്റിയിലിരുന്നു. രാമകൃഷ്ണ, നീ ഇവിടുന്ന് ഇപ്പോൾ പോ. രഘുവേട്ടനുള്ളപ്പോൾ വന്നാൽ മതി, പങ്കജം പറഞ്ഞു. ഞാനിന്നലെ അവൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ പോയി അവളെ കണ്ടു. അവൾ പറഞ്ഞത് ഞാൻ വാങ്ങിക്കൊടുത്തു വിട്ട സാധനങ്ങളൊന്നും അവൾ ഉപയോഗിച്ചിട്ടില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഉപയോഗിച്ചത് നിങ്ങളായിരിക്കുമല്ലോ. നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനത് വാങ്ങിക്കൊടുത്തു വിട്ടത്, അവൾക്ക് വേണ്ടിയായിരുന്നു. എന്നാലിപ്പോൾ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വാങ്ങിത്തന്നതിൻ്റെ വില കിട്ടണം, രാമകൃഷ്ണൻ പറഞ്ഞു. രാമകൃഷ്ണ, ഇത് ഇവിടെ വന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കയ്യിലിപ്പോൾ കാശില്ല, പങ്കജം പറഞ്ഞു. എനിക്ക് കാശ് കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് തരാനുള്ള കാശ് കിട്ടും. അല്ലെങ്കിൽ ഇല്ല ഇല്ലാന്ന് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, രാമകൃഷ്ണൻ പറഞ്ഞു. രാമകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് തരാത്തത്. ഇവിടെ രഘുവേട്ടൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് നിനക്കറിയാലോ. ഒരു ചിട്ടി കിട്ടാനുണ്ട്. 2-3 മാസം കഴിഞ്ഞാൽ അത് കിട്ടും. എന്നിട്ട് നിന്റെ കാശ് തരാം, പങ്കജം പറഞ്ഞു. ഞാൻ ചിലവാക്കിയ കാശ് തിരിച്ചു കിട്ടാൻ 2-3 മാസമൊന്നും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഒരാൾക്ക് മാത്രമേ വരുമാനമുള്ളൂ എന്നതാണ് എൻ്റെ കാശ് തരാൻ നിങ്ങൾക്കുള്ള പ്രശ്നമെങ്കിൽ ഒരു കാര്യം ചെയ്യ്. പങ്കജം എൻ്റെ വീട്ടിലേക്ക് പോന്നോ, രാമകൃഷ്ണൻ പറഞ്ഞു. രാമകൃഷ്ണ, ഞങ്ങൾക്ക് പണത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. മാനമര്യാദയ്ക്കാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, പങ്കജം പറഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നോ എന്നാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ജോലി ചെയ്തതിന് തരേണ്ട കാശ് ഞാൻ എനിക്ക് തരാനുള്ളതിലേക്ക് വച്ചോളാം, രാമകൃഷ്ണൻ പറഞ്ഞു. രഘുവേട്ടന് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ നീ ഞങ്ങൾക്ക് വേണ്ടി കാശ് ചെലവാക്കിയത് അതൊരിക്കൽ തിരിച്ചു തരേണ്ടി വരുമെന്ന് അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളപ്പോഴേ അത് തരാൻ പറ്റൂ, പങ്കജം പറഞ്ഞു. എൻ്റെ കാശ് നിങ്ങളുടെ സൗകര്യത്തിന് തരാമെന്നാണോ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. രാഘവൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഇന്നും ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഭഗവാനെ, ഏത് നേരത്താണാവോ ആ പെണ്ണിനെ ഇവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയാൻ തോന്നിയത്. ഇവൻ ഇഷ്ടം പോലെ കാശ് ചെലവാക്കുന്നത് കണ്ടപ്പോൾ ഇവനൊരു ലൂസ് കേസാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇവൻ വല്ലാത്ത പൊല്ലാപ്പാണല്ലോ ഉണ്ടാക്കുന്നത്, പങ്കജം രാമകൃഷ്ണൻ പോകുന്നത് നോക്കി നിന്ന് പറഞ്ഞു. ദേവനും രവിയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വന്നു. രാമേട്ടൻ രണ്ടാൾക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ദേവൻ പ്ലേറ്റിൽ നിന്ന് ചോറെടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങിയതും തിരികെ എടുത്ത് രാമേട്ടനോട് ചോദിച്ചു. ഗൗരിക്ക് കഴിക്കാൻ കൊടുത്തോ രാമേട്ട? നേരത്തെ കൊടുത്തു കുഞ്ഞേ, മരുന്ന് കഴിക്കേണ്ടതല്ലേ, രാമേട്ടൻ പറഞ്ഞു. മരുന്ന് കഴിക്കുന്നുണ്ടോയെന്ന് നോക്കിയോ രാമേട്ട? രവി ചോദിച്ചു. എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു, രാമേട്ടൻ പറഞ്ഞു. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല രാമേട്ട. മുറിവ് വേദനിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിച്ച് കിടക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാമേട്ടൻ തന്നെ അത് ഓർമ്മ വെച്ച് എടുത്തു കൊടുക്കണം, രവി പറഞ്ഞു. ഗൗരിയോടുള്ള രവിയുടെ ഓവർ കെയറിങ് ദേവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ കുറച്ച് ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിച്ചെഴുന്നേറ്റു.